ഐതിഹ്യമാല അധ്യായം 13. കോലത്തിരിയും സാമൂതിരിയും. പണ്ടൊരിക്കൽ കോലസ്വരൂപത്തെങ്കൽ രാജാവ് കോഴിക്കോട്ട് സാമൂതിരി രാജാവിനെ കാണുവാനായി വന്നിരുന്നു. അന്ന് രണ്ടുപേർക്കും രാജാധിപത്യമുള്ള കാലമാണ്. തമ്മിൽ കണ്ടാൽ രണ്ടുപേരും പുറമെ ഭംഗിക്ക് വളരെ സ്നേഹം പ്രകടിപ്പിക്കുമെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ പതിവുണ്ടായിരുന്നു. എങ്കിലും ഉള്ളിൽ പരസ്പരം മത്സരവും ആക്ഷേപവും ധാരാളവും ഉണ്ടായിരുന്നു. കോലസ്വരൂപത്തിങ്കൽ രാജാവ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് വേണ്ടതുപോലെ സത്കരിക്കാൻ കഴിഞ്ഞാൽ ലൗകികത്തിന് പോരല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ സാമൂതിരി രാജാവ് യഥായോഗ്യം സത്കരിച്ചു. ഊണ് കഴിഞ്ഞ് രണ്ടുപേരും കൂടി സൈര്യസ്വല്ലാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോലസ്വരൂപത്തെങ്കൽ രാജാവ് അകത്ത് നിരൂപിച്ചുകൊണ്ട് നേരം പോക്കെന്നുള്ള ഭാവത്തിൽ സാമൂരി കുത്തുമോ എന്ന് ചോദിച്ചു. സാമൂതിരി എന്നുള്ളത് ലോപിച്ച് സാമൂരി എന്നും പറയാറുണ്ട്. സാമൂരി എന്നാൽ ഒരുമാതിരി മൂരി, അതായത് കാള എന്നുള്ള അർത്ഥത്തിലാണ് കോലസ്വരൂപത്തെങ്കൽ രാജാവ് ചോദിച്ചത്. ഇത് കേട്ട് സാമൂതിരിപ്പാട് കോലത്തിരി കത്തുമോ എന്ന് അങ്ങോട്ടും ചോദിച്ചു. കോലസ്വരൂപത്തെങ്കൽ രാജാവിനെ കോലത്തിരി എന്നും പറയാറുണ്ടല്ലോ. ഇത് കേട്ട് കോലസ്വരൂപത്തെങ്കൽ രാജാവ് കോലത്തിരി ചിലപ്പോൾ കത്തിയേക്കും, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരിപ്പാട് കോലത്തിരി കത്തിയാൽ സാമൂരി കുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അനേകം നേരം പോക്കുകളും പറഞ്ഞ് രസിച്ചിരുന്നതിന്റെ ശേഷം കോലസ്വരൂപത്തിങ്കൽ രാജാവ് സന്തോഷഭാവത്തിൽ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ വളരെ കാലം കഴിഞ്ഞതിന് ശേഷം കോലസ്വരൂപത്തിങ്കൽ രാജാവ് വിശേഷ മാതിരിയെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പെട്ടി താക്കോലും കൂടി ഒരു ഭൃത്യൻ വശം സാമൂതിരിപ്പാട്ടിലേക്ക് കൊടുത്തയച്ചു. ആ പെട്ടിക്കകത്ത് വെടിമരുന്ന് നിറച്ചിരുന്നത് കൂടാതെ പെട്ടി തുറന്നാലുടനെ വെടിമരുന്നിന്റെ തീ പിടിച്ച് പെട്ടി തുറക്കുന്ന ആളുടെ മുഖവും ദേഹവും എല്ലാം കത്തിപ്പോകത്തക്കവണ്ണം ഒരു സൂത്രവും പറ്റിച്ചിരുന്നു. കോലോത്തിരി കത്തുമോ എന്ന് നമ്പൂതിരിപ്പാട് മുമ്പ് ചോദിച്ചിരുന്നതിന് ഒന്ന് കത്തിക്കണമെന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഈ ചതി പ്രയോഗിച്ചതെന്ന് പറയേണ്ടതില്ലല്ലോ. ഭൃത്യൻ പെട്ടി താക്കോലോടുകൂടി സാമൂതിരിപ്പാട്ടിലെ അടുക്കൽ എത്തിക്കൊണ്ട് ചെന്ന് കൊടുത്ത് കോലസ്വരൂപത്തെങ്കൽ രാജാവിന്റെ സമ്മാനമാണെന്നുള്ള വിവരം അറിയിച്ചു. ഇത് കേട്ടപ്പോൾ സാമൂതിരിപ്പാട്, ഇപ്പോൾ കോലോത്തിരി രാജാവ് നമുക്കൊരു സമ്മാനം അയച്ചു തരാനുള്ള സംഗതി എന്തായിരിക്കും? ഇതെന്തെങ്കിലും ചതിയായിരിക്കുവാനേ ഇടയുള്ളൂ. കോലത്തിരി കത്തുമോ എന്ന് നാം ചോദിച്ചതിന് ചിലപ്പോൾ കത്തിയേക്കും, സൂക്ഷിക്കണം എന്നാണല്ലോ മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ഈ പെട്ടിക്കകത്ത് എന്തെങ്കിലും കത്തുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് ഈ പെട്ടി വെള്ളത്തിൽ മുക്കിയിട്ട് വേണം തുറക്കാൻ, അല്ലെങ്കിൽ അബദ്ധം പറ്റിയേക്കുമെന്ന് വിചാരിച്ച് പെട്ടി വെള്ളത്തിൽ മുക്കിയെടുത്തു കൊണ്ടുവരുവാൻ തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ഭൃത്യന്മാർ പെട്ടിയെടുത്ത് അകത്തുകൊണ്ട് പോയി മുക്കിക്കൊണ്ടുവന്നു. സാമൂതിരിപ്പാട് പെട്ടി തുറന്നു. പെട്ടിക്കകത്ത് വെള്ളം കയറി വെടിമരുന്നെല്ലാം നനഞ്ഞു പോയതിനാൽ തീ കത്തുകയും അബദ്ധം പറ്റുകയും ഒന്നും ഉണ്ടായില്ല. ഈ സംഗതികളെല്ലാം കോലത്തിരി രാജാവിന്റെ ഭൃത്യന്മാർ തിരിച്ചു ചെന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. തന്റെ പ്രയോഗം പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് കോലത്തിരി രാജാവിന് വളരെ കുണ്ഠിതമായി. പിന്നെ കുറച്ചുകാലം കഴിഞ്ഞതിന് ശേഷം സാമൂതിരിപ്പാടും മേൽപ്പാരം ഒരു പെട്ടി തന്നെ ഭൃത്യൻ മുഖാന്തരം കോലത്തിരി രാജാവിന് സമ്മാനമായി കൊടുത്തു. ആ പെട്ടി കോലത്തിരി രാജാവിന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം, നാം അങ്ങോട്ട് ചെയ്തതിന് പകരം ഇതും ഒരു ചതിപ്രയോഗമായിരിക്കണം. നാം കൊടുത്തയച്ച പെട്ടി സാമൂതിരി വെള്ളത്തിൽ മുക്കിയിട്ടാണല്ലോ തുറന്നത്, അതുപോലെ ഈ പെട്ടിയും വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് വേണം തുറക്കുവാൻ, അല്ലെങ്കിൽ വല്ലതും അബദ്ധം പറ്റിയേക്കും എന്നിങ്ങനെ വിചാരിച്ച് പെട്ടി വെള്ളത്തിൽ മുക്കി തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ കടന്നൽ കൂട്ടങ്ങളായിരുന്നു. പെട്ടിക്കകത്ത് വെള്ളം നിറയെ കയറിയപ്പോഴേക്കും കടന്നലുകൾ അതികോപത്തോടു കൂടി ഇളകി വെച്ചായി. ആ സമയത്താണ് കോലത്തിരി രാജാവ് പെട്ടി തുറന്നത്. പിന്നത്തെ കഥ പറയേണ്ടതില്ലല്ലോ. കടന്നലുകളുടെ കുത്തുകൊണ്ട് കോലത്തിരി രാജാവിന് നിവൃത്തിയില്ലാതെയായി. അദ്ദേഹം ഇതിലധികം വിഷമിക്കേണ്ടതുണ്ടായില്ല. അനേകം ആൾക്കാർ കൂടി കടന്നലുകളെ അടിച്ചും തീ വെച്ചും ചുട്ടും മറ്റും നശിപ്പിച്ച് രാജാവിന്റെ പ്രാണനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 13 അവസാനിക്കുകയാണ്. അടുത്തത് അധ്യായം 14 പാമ്പരമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ തുടരും.